വെൽക്കം ടു ടെയിൽസ് ഓഫ് ഇഷ. ഇന്ന് വളരെ സാമൂഹ്യ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ. എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഇന്ന് ആത്മഹത്യകൾ ഇങ്ങനെ കൂടി വരുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ദിനം പ്രതി അല്ലെങ്കിൽ ഓരോ ദിവസവും ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി നമുക്ക് മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും അറിയാൻ സാധിക്കും. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ഒരു പരിഹാരം കണ്ടെത്താതെ എല്ലാം അവസാനിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് ആത്മഹത്യ ചെയ്യുക എന്നുള്ളൊരു ട്രെൻഡായി ഇന്ന് മാറിയിരിക്കുകയാണ് മനുഷ്യന്മാർക്കിടയിൽ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഇതിനുള്ള കാരണം എന്താണ്? ഇന്നത്തെ വ്യക്തികൾക്ക് എന്തുകൊണ്ടാണ് ഒന്നും സഹിക്കാനും ക്ഷമിക്കാനും അല്ലെങ്കിൽ ഷെയർ ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവ് നഷ്ടപ്പെട്ടു പോയോ എന്നെനിക്ക് ഞാൻ ആലോചിച്ചു. കാരണം അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ സഹിച്ചും ക്ഷമിക്കാനും അല്ലെങ്കിൽ വിഷമങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്യാനൊക്കെ കഴിയുമെങ്കിൽ ഈ ആത്മഹത്യയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. അപ്പോൾ ആത്മഹത്യ കുട്ടികളുടെ ഇടയ്ക്കാണെങ്കിൽ പോലും, വളരെ ചെറിയ കുട്ടികളുടെ ഇടയിലും പോലും അവർക്കും അതിനുള്ള ഒരു ധൈര്യം കൈവന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാ മരണങ്ങളും ആത്മഹത്യയാണെന്ന് ഞാൻ പറയുന്നില്ല. ആത്മഹത്യയാക്കി മാറ്റുന്ന മരണങ്ങൾ വേറെയുണ്ട്. അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. കാരണം ഞാനിപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യത്തിൻ്റെ ഒരു അംശം മതി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം ആത്മഹത്യ ചെയ്യാൻ ഒരു വ്യക്തിക്ക് അപാരമായ ധൈര്യം വേണം. തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച് തനിക്ക് തൻ്റെ ചുറ്റുപാടും, തൻ്റെ വേണ്ടപ്പെട്ടവർ, തൻ്റെ മക്കൾ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അച്ഛൻ, അമ്മ, താൻ ഇന്നേവരെ ജീവിച്ച തൻ്റെ വീട്, ഇതൊക്കെ ഉപേക്ഷിച്ച് അറിഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി മരണത്തിലേക്ക് പോവുക എന്ന് ഭയങ്കരമായിട്ടുള്ളൊരവസ്ഥയാണ്. അതൊരു ഭയാനകമായൊരവസ്ഥയാണ്. ആ അവസ്ഥ ഇതിലൂടെ മനസ്സ് കൊണ്ടുപോയി അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്നതിൻ്റെ ഒരംശം, ഒരു കുറച്ച് ധൈര്യം മതി നമ്മുടെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഇതിന് ഉള്ളൊരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഷെയർ ചെയ്യണം. ഇപ്പോൾ ചുറ്റുപാടുമുള്ളവർ നമ്മുടെ വിഷമങ്ങൾ കേൾക്കാൻ അവർക്കൊരു മനസ്സ്, കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഇല്ലെങ്കിൽ തന്നെയും കുറച്ച് പേർക്കെങ്കിലും നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറേ വിഷമങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പം എല്ലാവരും നല്ല മനസ്സുള്ള കുറേ ആൾക്കാരും സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ മുന്നോട്ട് വരും. അപ്പോൾ ഈ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ വരുന്ന ആത്മഹത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. കാരണം അവർ ഒട്ടും സഹിക്കത്തില്ല. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ നടത്തിക്കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് ഒരാവശ്യം പറയുമ്പോൾ അത് ഇല്ല, നോ എന്ന് പറയാതെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മളെക്കൊണ്ട് അവരാവശ്യപ്പെടുന്ന സാധനം വാങ്ങിച്ചു കൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് അവർക്കില്ല. അപ്പോൾ ആ മനസ്സാണ് അവരെ നമ്മൾ കൂടുതലും ഈ ഒരു പ്രവണതയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പിന്നെ അമിതമായ ലഹരി ഉപയോഗത്തിൻ്റെയും മദ്യപാനത്തിൻ്റെയും ഒക്കെ ആ ഒരു അവസ്ഥയിലും നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലെത്തും. പക്ഷേ ഒന്നിനും ആത്മഹത്യ പരിഹാരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ചാൺ കയറിലോ അല്ലെങ്കിൽ ഒരു കുപ്പി വിഷത്തിലോ അവസാനിപ്പിച്ച് നമ്മളങ്ങ് പോയാൽ ദൈവം ആകെ 10-70 അല്ലെങ്കിൽ 60-80 ഒക്കെ വർഷമേ നമുക്ക് ആയുസ് തന്നിട്ടുള്ളൂ. ഈ കുറച്ച് നാളിൽ തന്നിരിക്കുന്ന ഈ ആയുസ് അറിഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കണോ? ജീവിക്കാൻ കൊതിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ സമൂഹത്തിലുണ്ട്. മാരകമായ അസുഖമൊക്കെ പിടിപെട്ട് പ്രിയപ്പെട്ടവരെ വിട്ടു പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പം തനിക്ക് കിട്ടിയ സൗഭാഗ്യമായിട്ടുള്ള ഈ ജീവിതം അറിഞ്ഞുകൊണ്ട് നമ്മൾ
ഇല്ലാതാക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊന്നും ആരും ഒരിക്കലും ചിന്തിക്കില്ല. അപ്പം എനിക്കിങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നാനുള്ള പ്രധാന കാരണം, അപ്പം ഞാൻ നമ്മുടെ ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കുമ്പോൾ ആദ്യം കാണുന്ന വാർത്ത, ബൈക്ക് വാങ്ങിച്ചു കൊടുത്തില്ല, മകൻ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ തൂങ്ങി മരിച്ചു, എന്താ അമ്മ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറഞ്ഞു, ഇങ്ങനെയൊക്കെ കാരണത്താൽ ജീവനൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള വാർത്തകളും, അതുപോലെ തന്നെ ഒന്നിച്ച് ഇഷ്ടപ്പെട്ടവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ല, അപ്പം രണ്ടുപേരും കൂടെ വിഷം കുടിച്ച് അങ്ങ് തീർത്തു. അപ്പോൾ ഇവരെ ചുറ്റുപറ്റിയുള്ള ചുറ്റുപാടും കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവരെപ്പറ്റി അവർ ഒരു നിമിഷം ആലോചിക്കുന്നില്ല. അവർ സ്വാർത്ഥരാണ്. അവരുടെ ആ ഒരു തീരുമാനം നടക്കാതെ വരുമ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചുറ്റുപാടുമുള്ള ആൾക്കാരെ പറ്റി അവർ ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. കാരണം അവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും. അല്ലെങ്കിൽ തങ്ങളുടെ ഒപ്പം മക്കളാണെങ്കിൽ പിന്നീട് അവർ അനാഥമാക്കപ്പെടും. അച്ഛനമ്മമാരാണെങ്കിൽ പോലും ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തുകൊണ്ട് വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ചെയ്താൽ അതെന്തുമാത്രം സങ്കടകരവും പാപവുമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവൻ നമ്മളായിട്ട് തീർക്കരുത്. അതിന് അപ്പം അങ്ങനെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് മേളിലിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മളെ കൊണ്ടുപോകാനുള്ള സമയമാകുമ്പോൾ നമ്മളെ അവർ കൊണ്ടുപോകും. അല്ലാതെ നമ്മളായിട്ട് സ്വയം ഒരിക്കലും നമ്മുടെ ജീവിതം അവസാനിപ്പിക്കരുത്. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില വ്യക്തികൾക്ക് ഒരു നിവൃത്തിയില്ലാതെ വരുന്നൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ലോകത്ത് പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ല. എല്ലാത്തിനും പരിഹാരം ഈ ലോകത്തുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനൊരു പരിഹാരവും ഇവിടെ തന്നെ അതിനുള്ള മാർഗവും തീർച്ചയായിട്ടും കാണും. അപ്പോൾ നമ്മുടെ അവസാനിപ്പിച്ച് പോയാലും അതായത് നമ്മുടെ തലമുറകളോളം ആ പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മൾ മരിച്ചു എന്ന് മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനേക്കാളും നല്ലത് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ച് ധൈര്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നല്ല കാര്യം. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ചിന്തിക്കണം കേട്ടോ. കാരണം എല്ലാം അവസാനിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകാൻ ധൈര്യം വേണം, നമുക്കൊരു ലക്ഷ്യം വേണം, നമുക്ക് എല്ലാവരോടും ഒരു സ്നേഹം വേണം. തങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ തങ്ങളെ പ്രതീക്ഷിച്ച് കഴിയുന്ന ചുറ്റുപാടും കുറച്ച് മനുഷ്യരുണ്ട് എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ തോന്നത്തില്ല. കാരണം ദൈവം തന്ന ഒരു കുഞ്ഞു ജീവിതം അല്ലെങ്കിൽ കുഞ്ഞു ആയുസ് അത് നമ്മൾ ജീവിച്ച് തന്നെ തീർക്കണം. ഇനിയൊരു ജന്മം ഉണ്ടാവും നമുക്കറിയത്തില്ല, മുൻപൊരു ജന്മം ഉണ്ടോയെന്നും നമുക്കറിയത്തില്ല. ഇപ്പോൾ ഉള്ള ഈ ജീവിതം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ സമയം അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ, ഈ ടൈം, ഇത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ജീവിതം ജീവിച്ച് തീർക്കുക, സന്തോഷമായിട്ട് ജീവിച്ച് തീർക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ഓരോ നിമിഷവും നമ്മൾ വയസ്സൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഓർത്ത് സന്തോഷിച്ച് അങ്ങനെ ഞാൻ ചെയ്തിരുന്നു, എൻ്റെ മക്കളും അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവും ഒക്കെ ആയിട്ട് സന്തോഷിച്ച് ജീവിച്ച് നാളുകളൊക്കെ ഓർത്ത് നമ്മളെ തിരിച്ച് വിളിക്കുന്ന ഒരു ടൈം ആകുമ്പോൾ നമ്മൾ പോവുക. നമ്മളായിട്ടൊരിക്കലും ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തരുത്. അപ്പം ഇങ്ങനെയൊരു മെസ്സേജ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. കാരണം ഓരോ ദിവസവും ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാം. നിസ്സാര കാര്യങ്ങൾ മതി, ഒരു നിമിഷത്തെ തീരുമാനം കൊണ്ട് ജീവൻ ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഒരു ലൈഫ്, നമുക്ക് കിട്ടിയ മനുഷ്യ ജന്മം അവസാനിപ്പിച്ച് പോകുക എന്നുള്ളത് അത് വളരെ സ്വയം അവസാനിപ്പിച്ച് പോകുക എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് അത് നമ്മൾ പോകുന്നിടം വരെയും നമ്മുടെ കയ്യിൽ നമ്മളത് സുരക്ഷിതമായി വെച്ചിട്ട് നമുക്ക് മരിക്കേണ്ട ഒരു ടൈം ആകുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ സ്വയം തീരുമാനിക്കാതെ അല്ലാതെ ഒരു യാത്രയാവണം ഈ ഭൂമിയിൽ നിന്ന്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുകയെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. ദുർമരണങ്ങളൊന്നും ഭൂമിയിലുണ്ടാകത്തില്ല. ആഗ്രഹങ്ങളും ആശകളും ഒക്കെ തീർന്ന് എല്ലാവർക്കും ഇവിടുന്ന് പോകാം. ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും
അവസാനിപ്പിക്കേണ്ടി വരുന്നത് വളരെ ദാരുണമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല കമൻസൊക്കെ ഇടണം. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻ്റ് ഇടണം. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം. ബൈ.